പേർഷ്യൻ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ സാമ്പത്തിക നയതന്ത്ര പോരാട്ടത്തിനാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ പ്രഖ്യാപിച്ച $15 മില്യൺ പാരിതോഷികം വെറുമൊരു വാർത്തയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ആസൂത്രണം ചെയ്ത കൃത്യമായ ചാണക്യ തന്ത്രമാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC എന്ന ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗത്തിന്റെ സാമ്പത്തിക വേരുകൾ അറുത്തുമാറ്റാനാണ് അമേരിക്ക ഈ വൻതുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. IRGCയുടെ സാമ്പത്തിക ഇടപാടുകൾ, അവർക്ക് പണം എത്തിക്കുന്ന ബിനാമി കമ്പനികൾ, ഉപരോധങ്ങൾ മറികടക്കാൻ അവരെ സഹായിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പണം നൽകുമെന്ന ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് എന്ന വാദം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു. പശ്ചിമേഷ്യൻ ചതുരംഗ പലകയിൽ അമേരിക്കൻ കരുനീക്കങ്ങൾ ഓരോന്നോരോന്നായി പിഴയ്ക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കേവലം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ $15 മില്യൺ വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രം തീരുന്നതല്ല വാഷിംഗ്ടണിന്റെ ഗൂഢലക്ഷ്യങ്ങൾ. IRGCയുടെയും ഇറാന്റെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെയും തലപ്പത്തുള്ള കരുത്തരായ കമാൻഡർമാരെയും നയതന്ത്രജ്ഞരെയും കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ചോർത്താൻ പതിറ്റാണ്ടുകളായി CIA-യും മറ്റ് പാശ്ചാത്യ ചാര സംഘടനകളും കോടിക്കണക്കിന് ഡോളറുകളാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും വൻതോതിലുള്ള പണക്കൊഴുപ്പും ഉണ്ടായിട്ടും ഇറാന്റെ പ്രതിരോധ കോട്ടകളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഇറാന്റെ സൈനിക ശക്തിയെ തളർത്താൻ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനും അമേരിക്ക വലിയ വലകൾ വിരിച്ചിട്ടുണ്ട്. സൈനിക മേധാവികളുടെ യാത്രാരേഖകൾ, അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ, അവർ വികസിപ്പിക്കുന്ന പുതിയ യുദ്ധതന്ത്രങ്ങൾ എന്നിവ ചോർത്താൻ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുതൽ സൈബർ ചാരവൃത്തി വരെ പ്രയോഗിച്ചു നോക്കി. എന്നാൽ ഓരോ തവണയും അമേരിക്കൻ ചാരന്മാർക്ക് നേരിടേണ്ടി വന്നത് കനത്ത പരാജയമാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം തീർത്ത അതിശക്തമായ സുരക്ഷാ വലയത്തിനുള്ളിൽ അമേരിക്കൻ ചാരക്കണ്ണുകൾക്ക് കാഴ്ച മങ്ങുകയാണ് പതിവ്. സ്വന്തം ഉദ്യോഗസ്ഥരെയും തന്ത്രജ്ഞരെയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇറാൻ കാണിക്കുന്ന അതീവ ജാഗ്രത ലോകത്തിലെ മികച്ച ഏജൻസികളെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഇറാന്റെ ശാസ്ത്ര പ്രതിഭകളെയും സൈനിക നായകന്മാരെയും നിശബ്ദരാക്കാൻ അവർ നടത്തിയ പല നീക്കങ്ങളും ഒടുവിൽ അമേരിക്കയുടെ തന്നെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തകർക്കുന്ന നിലയിലേക്കാണ് നീങ്ങിയത്. ഖാസിം സുലൈമാനിയെ പോലുള്ള ഇതിഹാസ സമാനരായ നേതാക്കളെ ഭീരുക്കളെ പോലെ ചതിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ ശ്രമിച്ചത് കൂടുതൽ ശക്തരായ ആയിരക്കണക്കിന് കമാൻഡർമാരെ വാർത്തെടുത്തുകൊണ്ടാണ്. ഒരാളെ വീഴ്ത്തുമ്പോൾ 10 പേർ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ പോരാട്ട വീരത്തെ തകർക്കാൻ ഡോളറുകൾക്ക് കഴിയില്ല എന്ന് അമേരിക്ക ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. സൈനിക മേധാവികളുടെ വിവരങ്ങൾക്കായി പണം വാഗ്ദാനം ചെയ്യുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥയുടെ പരകോടിയാണ്. നേരിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒറ്റുകാരെ തേടൽ പരിപാടി ജന്മമെടുക്കുന്നത്. സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ നടത്തിയ സൈബർ ആക്രമണങ്ങളെയും സെക്സ്നെറ്റ് പോലുള്ള വൈറൽ ഉപയോഗങ്ങളെയും ഇറാൻ സ്വന്തം സാങ്കേതിക വിദ്യ കൊണ്ട് പ്രതിരോധിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുകയായിരുന്നു. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ ഡിജിറ്റലായും ശാരീരികമായും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഇത് തെളിയിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്ന ഈ പാരിതോഷിക പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക മേധാവികളുടെ നിഴൽ പോലും തൊടാൻ തങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന സമ്മതപത്രമാണ്. ലോകം മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വൻ ശക്തിക്ക് തങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു തമാശയായി തോന്നാം. ഇറാന്റെ ഓരോ സൈനിക മേധാവിയും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ കാവൽക്കാരാണ്. അവരെ ഒറ്റുകൊടുക്കാൻ പണത്തിന് കഴിയില്ല എന്ന സത്യം പശ്ചിമേഷ്യൻ മണ്ണ് പലവട്ടം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴും സാമ്പത്തികമായി പ്രലോഭിപ്പിക്കാൻ നോക്കുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്തോടെ നിൽക്കുന്നത് അവരുടെ രാജ്യസ്നേഹവും വിശ്വാസവും കൊണ്ടാണ്. അമേരിക്കയുടെ ഈ പുതിയ പ്രഖ്യാപനവും ചരിത്രത്തിലെ മറ്റ് പരാജയപ്പെട്ട നീക്കങ്ങളെ പോലെ വിസ്മൃതിയിലാവുക തന്നെ ചെയ്യും. വിവരങ്ങൾ ചോർത്താൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഒടുവിൽ ലഭിക്കുന്നത് ശൂന്യമായ കൈകളും തകർന്ന ആത്മവിശ്വാസവും മാത്രമായിരിക്കും. കാരണം പേർഷ്യൻ സിംഹങ്ങളുടെ താവളത്തിലേക്ക് കടന്നു കയറാൻ ഡോളറുകൾ കൊണ്ട് നിർമ്മിച്ച പടവുകൾക്ക് കരുത്തൊന്നുമില്ല. ഇത് ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ചതിയും സത്യവും തമ്മിലുള്ള നിത്യമായ യുദ്ധമാണ്. അതിൽ സത്യം വിളിച്ചു പറയുന്നത് ഇറാന്റെ പതറാത്ത ചുവടുകളെ കുറിച്ചാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം IRGC എന്നത് വെറുമൊരു സൈനിക വിഭാഗമല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷാ കവചം കൂടിയാണ്. അമേരിക്കയും പാശ്ചാത്യ ശക്തികളും
വർഷങ്ങളായി ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രൂരമായ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ തകരാതെ പിടിച്ചു നിൽക്കുന്നത് IRGC കെട്ടിപ്പടുത്ത സമാന്തര സാമ്പത്തിക ശൃംഖലയുടെ കരുത്തിലാണ്. ഈ ശൃംഖലയുടെ രഹസ്യങ്ങൾ ചോർത്താൻ പണമെറിഞ്ഞു നടത്തുന്ന ഈ കളി ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ അകത്തുനിന്ന് തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. ഒരു വശത്ത് ജനാധിപത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കുകയും മറുവശത്ത് വിവരങ്ങൾ ചോർത്താൻ കോടികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യത്തിന് തടസ്സം നിൽക്കുന്ന ഏക ശക്തിയെ ദുർബലപ്പെടുത്താൻ ഏതറ്റം വരെയും പോകാൻ വൈറ്റ് ഹൗസ് തയ്യാറാണ് എന്ന ഈ നീക്കം തെളിയിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെ ഭയപ്പെടുത്തുന്നില്ല എന്നതാണ് വാസ്തവം. പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധങ്ങൾ ഇറാനെ പഠിപ്പിച്ചത് എങ്ങനെ സ്വയം പര്യാപ്തത നേടാമെന്നാണ്. ആധുനിക ആയുധ നിർമ്മാണത്തിലായാലും സാങ്കേതിക വിദ്യയിലായാലും ഇറാൻ കൈവരിച്ച മുന്നേറ്റങ്ങൾ അമേരിക്കയെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തങ്ങളുടെ എണ്ണ വിഭവങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാനും അതുവഴി സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാനും ഇറാൻ കണ്ടെത്തിയ പുതിയ വഴികൾ പാശ്ചാത്യ ലോകത്തിന് എന്നും ഒരു സമസ്യയാണ്. ഈ രഹസ്യ വഴികൾ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പാരിതോഷികം പ്രഖ്യാപിച്ച് ഒറ്റുകാരെ തേടി അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പരാജയമാണ് വിളിച്ചു പറയുന്നത്. ലോക പോലീസ് എന്ന അധികാരം ഉപയോഗിച്ച് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുമ്പോൾ സ്വീകരിക്കുന്ന തരം താണ രീതിയാണിത്. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയപ്പോൾ ഇറാൻ കാണിച്ച ആത്മവിശ്വാസം ലോകത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് വെറും ഒരു പണമിടപാടിന്റെ പ്രശ്നമല്ല, മറിച്ച് ഒരു ജനതയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. IRGCയെ ഭീകര സംഘടനയായി മുദ്രകുത്തി ഒറ്റപ്പെടുത്താൻ നോക്കിയെങ്കിലും മേഖലയിലെ പല പ്രതിരോധ മുന്നേറ്റങ്ങളിലും അവർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന സത്യം ലോകത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള ഈ പുതിയ റിവാർഡ് പദ്ധതി വിപരീത ഫലമാക്കും ഉണ്ടാക്കുക. ഓരോ പുതിയ ഉപരോധവും ഓരോ പുതിയ ഭീഷണിയും ഇറാൻ ജനതയെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ മണ്ണിലെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും തങ്ങളെ അടിമകളാക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാൻ പേർഷ്യൻ പാരമ്പര്യം അവർക്ക് കരുത്തേകുന്നു. അമേരിക്കയുടെ ഈ പണക്കൊഴുപ്പിന് മുന്നിൽ ഇറാൻ കീഴടങ്ങുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ഇത് ചരക്കുകൾ വിൽക്കുന്നത് പോലെയുള്ള ഒരു കച്ചവടമല്ല, മറിച്ച് തലമുറകളുടെ പോരാട്ട വീര്യമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനായി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ സമാധാനത്തിന് വലിയ ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ മേഖലയിൽ ഇത് കൂടുതൽ അസ്ഥിരതയുണ്ടാക്കാനാണ് സഹായിക്കൂ. സാമ്പത്തിക ഭീഷണികൾ കൊണ്ടോ സൈനിക നീക്കങ്ങൾ കൊണ്ടോ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ തന്റെ ഇടത്തെ തളച്ചിടാൻ കഴിയില്ല എന്ന പാഠമാണ് ഈ പോരാട്ടത്തിലൂടെ ഇറാൻ ലോകത്തിനു നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ഈ പാരിതോഷിക നയം വലിയൊരു തമാശയായി മാറുകയാണ്. ഒരു വൻ ശക്തി രാജ്യം ഒരു സൈനിക വിഭാഗത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾക്കായി പണം നൽകുന്നത് അവരുടെ നിസ്സഹായതയാണ് കാണിക്കുന്നത്. ഇറാൻ തന്റെ പ്രതിരോധ കോട്ടകൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ സമാധാനത്തിന്റെ പുതിയ നിർവചനങ്ങൾ ലോകം തേടുകയാണ്. അത് ആധിപത്യത്തിന്റെ ഭാഷയിലല്ല, മറിച്ച് തുല്യനീതിയുടെയും ബഹുമാനത്തിന്റെയും ഭാഷയിലായിരിക്കണം.